എത്തിയിട്ട് തണുപ്പുണ്ടാ നോക്കാം. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വ്ളോഗ് വന്നിട്ട് നമ്മൾ ഊട്ടി പോകുന്ന കുറച്ച് വിശേഷങ്ങളെല്ലാം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ രാവിലെ നിന്നല്ല, ഒരു ഏകദേശം ഒരു 9 മണി 9:30 ഒരു ടൈം ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ അപ്പവും കടലക്കറിയാണ് കഴിച്ചിന്. റഷി പൊതിയും കടലക്കറിയും. അതവിടെ ആ രണ്ട് സംഭവവും ഒരു കറിയേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചതിന് ഞങ്ങളിനി പോക്കാണ്. നമ്മൾ വയനാട് വഴി ഊട്ടിയിലേക്ക് അങ്ങനെയാണ് കേട്ടോ പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് എനിക്ക് ആദ്യം ഓർമ്മ വന്ന എന്താണെന്നറിയാം, കഴിഞ്ഞ വർഷമില്ലേ ഇതേ ടൈമിൽ നമ്മളെ ഫാമിലി ആയിട്ട് ഒന്ന് വയനാട് റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ 3-4 ഫാമിലിയെല്ലാം ആയിട്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നിന്. ഞാനും ഋഷിയെല്ലാം പിന്നെ എൻ്റെ ഫാമിലിയെല്ലാം അതിലെ ഞങ്ങൾ മൈസൂർ അങ്ങനെയെല്ലാം പോയിട്ടാണ് വന്നിന്. അങ്ങനെ ഞങ്ങൾ വയനാട് ചുരമൊക്കെ ഇറങ്ങി ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായാലോ ഭയങ്കര ബ്ലോക്കായിട്ടാണ്. അന്ന് ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ബ്ലോക്കിൽ പെട്ടി നമുക്ക് വണ്ടി അനക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു. ആ ബ്ലോക്ക് നമ്മൾ 5 മണിക്കൂറോളം 4-5 മണിക്കൂറോളം അങ്ങനെ അനക്കാൻ പറ്റാണ്ട് നിന്നിരുന്നു. പിന്നെ ഒരു വഴിയും ഇല്ലാണ്ട് നമ്മൾ തിരിച്ച് ചുരം കയറി അതിലേ അങ്ങ് വയനാട് അങ്ങനെ പോകാൻ കേട്ടാ ചെയ്തിന്. അപ്പോൾ ഇത് കണ്ടേരോ നമ്മൾ വിചാരിക്കലായിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇനി ബ്ലോക്കിൽ പെട്ടു പോവുക അല്ലെങ്കിൽ പോകുമ്പോൾ ബ്ലോക്കായി പോവാന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ തിരക്കുണ്ട്, എന്നാലും വലിയ തിരക്കൊന്നുമില്ല. ഒരു വലിയ ബ്ലോക്കാണ്ട് അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ. ഇനി തിരിച്ചു വരുമ്പോൾ ബ്ലോക്കാണെങ്കിൽ നമുക്ക് ഇതിലേ വരണ്ടെന്നെല്ലാം പറഞ്ഞിട്ടാണ് പോകുന്നുള്ളത്. നമ്മൾ പോയത് ഏതായാലും നല്ല ദിവസമാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം 11 മണിയായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ചുരം കയറുമ്പോൾ മഞ്ഞില്ലേ ഈ കോട അതിങ്ങനെ ഇറങ്ങുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, നേരിൽ കാണുന്ന ആ ഒരു ഭംഗിയില്ലേ നമ്മൾ എത്ര വീഡിയോ എടുത്താലും അതിലങ്ങനെ കിട്ടൂല കേട്ടോ. അങ്ങോട്ട് പോകും തോറും ഇല്ലേ ഇതിങ്ങനെ കൂടിക്കൂടി വരിക. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഊട്ടിയിൽ വയനാട് പിന്നെയും കാണാനുണ്ടാവും. ഊട്ടിയിൽ മെയിനായിട്ട് ഈ ക്ലൈമറ്റാണ് ഉണ്ടാകുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് പോകുന്തോറും ഇല്ലേ ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നേ. ഓരോ സ്ഥലത്ത് മാത്രമായിട്ടാണ് ഇങ്ങനെ മഞ്ഞ് കാണുന്നുള്ളൂ.
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോ കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലുമെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കണം കേട്ടോ. ഫുഡ് എന്നല്ല, എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോകില്ലേ, അങ്ങനെ കഴിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. നമ്മൾ പോകുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഏകദേശം 1 മണിയായ ഒരു ടൈമിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്ന വഴിക്ക് ഒരു പള്ളിയിൽ സൈഡാക്കിയിട്ട് ഋഷി നിസ്കരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഊട്ടിയിൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങോട്ട് അലൗഡ് അല്ല. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ബോട്ടിൽ ഇവിടെ കളഞ്ഞിട്ട് പോകണം. അതിടാനൊരു വലിയൊരു സംഭവമുണ്ട്, ബോക്സ്. അതിൽ നമ്മൾ കളയണം. നമ്മുടെ അടുത്ത് ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു, നമ്മൾ അതിലിട്ടിട്ടുണ്ട്. അവരെന്തായാലും അവിടെ നിന്ന് ചെക്ക് ചെയ്യും, എന്നിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് അയക്കുള്ളൂ. അവിടെ എത്തിയാലും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. നമുക്ക് ബോട്ടിൽ വെള്ളം വാങ്ങാൻ കിട്ടുകയില്ല. ഹോട്ടലിലെല്ലാം നമുക്ക് ഒരു ഗ്ലാസ് ആയിട്ട് തരിക. ഇവിടുത്തെ പോലെ ബോട്ടിൽ വെള്ളമായിട്ട് നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടില്ല. വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലൊന്നും ആൾക്ക് മഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ നിന്നല്ല, കുറച്ച് അങ്ങോട്ട് എത്തിയാലും നിങ്ങൾ കാണണം, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ പോകുന്ന ആ ഒരു വ്യൂ ഇല്ലേ, അതെല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഊട്ടിയിൽ മെയിനായിട്ട് കാണാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഒരു ക്ലൈമറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്താ പറയുക, വലിയ സംഭവങ്ങളൊന്നും. പിന്നെ നമ്മൾ ഈ നാട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഷ്റൂം, റെസ്റ്റോറൻറ്റ് ഇതൊന്നും സെറ്റാവില്ല കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കുറേ റെസ്റ്റോറൻറ്റ് നോക്കി, ഒന്നും സെറ്റായിട്ടില്ല. പിന്നെ നമ്മൾ പമ്പിൽ കയറിയാരോ, അങ്ങനെ അവിടെ നിന്ന് ചോദിച്ചു തരാമെന്നേ, ഇവിടെ അടുത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇവിടെ വന്നിന്. നിർത്തിയിട്ട് തണുപ്പുണ്ടാ നോക്കാം.
ഇങ്ങനെ മഞ്ഞിറങ്ങിയിട്ട് ഞങ്ങൾ വേഗം സൈഡാക്കി ഇറങ്ങി ഒന്ന് രണ്ട് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട് തിരിച്ച് പോകുന്ന ടൈമിൽ നിങ്ങൾ കണ്ട അവസ്ഥ ഫുള്ള് പോയേട്ടാ, എല്ലാം നോർമലായി വന്നിട്ടുണ്ട്. ആ ഒരു ടൈം നമ്മൾ നല്ല തണുപ്പുണ്ടാവും വിചാരിച്ചു, പക്ഷെ തണുപ്പില്ല. ആ ഒരു സാധനം ഇങ്ങനെ കോട ഇറങ്ങിയിട്ടില്ല. ആ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. എല്ലാവരും സൈഡാക്കിയിട്ട് അവിടെ നിർത്തിയിട്ട് ഇറങ്ങി നോക്കുന്നുണ്ടേനു. ഇവിടുന്ന് അങ്ങോട്ടേനി അതുപോലെ തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത്, ഫുള്ളും മഞ്ഞായിട്ട്. പക്ഷേ ആ ഒരു ഏരിയയിൽ മാത്രമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് അതുപോലെ ഇല്ല, ചെറിയ രീതിയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കില്ലേ ഈ ചോളം ചുട്ടതില്ലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ നമ്മൾ ബാംഗ്ലൂർ പോയതേനാണിങ്ങനെ പറയുന്നുണ്ടേനു. പക്ഷേ നമ്മൾ എല്ലാ സ്ഥലത്തും നോക്കിയിട്ടും നമുക്ക് അത് മാത്രം കിട്ടിയിട്ടില്ല. അങ്ങനെ ഊട്ടിയിലേക്ക് ഇത് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടേനു. അപ്പം നിങ്ങൾ വിചാരിക്കും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചൂടെ, പക്ഷെ ആ ഒരു രസം ഉണ്ടാവില്ലല്ലോ. നമ്മളിങ്ങനെ അത് വേറെ തന്നെയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് സൈഡിലെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഫുഡ് കഴിച്ച് പാടുമായതുകൊണ്ട് നമുക്ക് അത്ര വേണ്ട. ഇനി പേടിക്കണ്ടല്ലോ, ഇനി ഇവിടെ അതുതന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോക്കാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഇങ്ങനെ കയറി കാണാൻ പറ്റിയ സ്പോട്ട് ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം 5 മണി ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ കറക്റ്റ് ഊട്ടി എത്തിയരോ 5 മണി ആവാറായിന്. അതുകൊണ്ട് ഇന്ന് എവിടെയും കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകാനായിട്ട്. പിന്നെ നമ്മൾ കയറിയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ പോകുന്ന വഴിക്ക് ഒരു നല്ലൊരു പച്ചപ്പ് പോലെ ഒരു സ്ഥലം കണ്ടിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് നിർത്തിനായിട്ടാ 1-2 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കാണുന്നില്ല, അതിൽ കുറച്ച് ഉള്ളിലോട്ട് നടന്നാലേ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു വ്യൂ കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇനി തിരിച്ച് പോക്കാന്ന്. ഇനി ഞങ്ങൾ റൂം നോക്കലാണ് കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ റൂം എടുത്തിട്ട് രാത്രിക്ക് എവിടെയെങ്കിലും പുറത്ത് പോയി ചെറിയ ഷോപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലും നടത്താമെന്നല്ലാന്ന് ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ കുറേ റൂമും നോക്കി തപ്പി നടക്കേണ്ട വന്നിട്ടില്ല കേട്ടോ. വേഗം തന്നെ റൂം സെറ്റായിട്ടുണ്ട്. ആ ഒരു ടൗണിൻ്റെ ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇനി വേറെ നോക്കാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അന്ന് നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആവാനൊന്നും നിൽക്കാണ്ട് ഒന്ന് പുറത്ത് വരെ പോകാൻ കേട്ടോ. ചെറിയ ഒരു ഷോപ്പിങ്ങും പിന്നെ നടന്നിട്ട് വരാൻ നോക്കിയിട്ട് എന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുള്ള cappuccino.
പോകുന്ന വഴിക്ക് ഇങ്ങനൊരു കോഫി ഷോപ്പ് കണ്ട്. നല്ല തണുപ്പെല്ലാമായതുകൊണ്ട് നമ്മൾ ഓരോ കോഫി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. കയറി നോക്കുമ്പോഴേ ചോക്ലേറ്റിൻ്റെ ആ ഒരു സ്മെല്ലില്ലേ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് അവർ അത് ടെസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കോഫി, നോർമൽ കോഫിയും പിന്നെ ഒരു ക്യാപ്പിച്ചിനോ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഞാനും ഋഷിയും അങ്ങനെ കോഫി, ചായ അതിൻ്റെ ഒന്നും ആളല്ല. ഞാൻ പിന്നെയും വല്ലപ്പോഴും എപ്പോഴെങ്കിലും പുറത്ത് പോയി കുടിക്കും കേട്ടോ. വീട്ടിൽ നിന്നൊന്നും അങ്ങനെ കുടിക്കലില്ല. ഹംദക്കും എനിക്കും എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് പോയി ചോക്ലേറ്റിൻ്റെ ഈ ഒരു ലോലിപോപ്പ് വാങ്ങി. അന്തേതാ എടുക്കുന്ന കോഫി? അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കാർ എടുത്തിട്ടില്ല കേട്ടോ. കാർ എടുത്താൽ അവിടെ പാർക്കിംഗ് കിട്ടില്ല ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ ആണെങ്കിൽ തണുപ്പല്ലേ, നല്ല രസമല്ലേ നടക്കാൻ എന്നിട്ട് അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ നമ്മൾ നടന്നാൽ ഇന്നുകൊണ്ട് എത്തൂലെന്ന് നമുക്ക് തോന്നി. അവിടെ ചോദിച്ച് ഇതെവിടെയാണ് ഈ ഒരു നമ്മൾ ഈ ഒരുപാട് ഷോപ്പെല്ലാം ഒരു ഏരിയ ഉണ്ട്. അവിടെ നോക്കുമ്പോൾ അവർ പറഞ്ഞ് ഒരുപാട് നടക്കാനുണ്ട്, ഓട്ടോയിൽ പോകുന്നതാ നല്ലത്. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. രണ്ട് സൈഡിലും ഫുൾ ഷോപ്പാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ഏതെങ്കിലും ഒരു നല്ല ഒരു ഷോപ്പ് കണ്ടാൽ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ വാവ് 99 എഴുതിയിട്ടുള്ള ഒരു ഷോപ്പ് കണ്ടിട്ട് അവിടേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെയാകുമ്പോൾ അമ്മക്ക് പറ്റിയ അല്ലറ ചില്ലറ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച്. ഓക്ക് മെയിനായിട്ട് ഈ ടോയ്സ് എല്ലാം എന്താണ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതെല്ലാം നോക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ പിന്നെ ഈ ഒരു മാലയില്ലേ ചെയിന്, അത് കണ്ടേരം എനിക്ക് നല്ല ഇഷ്ടമായി. ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വിചാരിച്ച് എന്തായാലും ഇത് ഒരു തവണ ഇട്ടാൽ കളർ പോവും, പിന്നെ നമ്മൾ വെറുതെ വാങ്ങിയിട്ട് കാര്യമില്ല. ഇവിടെ 99 എഴുതിയിട്ട് അതിലും റേറ്റുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അവർ ജസ്റ്റ് അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. ആ ഒരു റേറ്റിൻ്റെ സാധനം മാത്രമല്ല ഇവിടെ ഉള്ളത്. അങ്ങനെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഹംദക്ക് വേണ്ടുന്ന സാധനമെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങലാന്ന് കേട്ടോ. മെയിനായിട്ട് ഓക്ക് വേണ്ടുന്ന അവൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ് പോയിട്ടുള്ളത്. ഇവിടെ 299 399 എന്നെല്ലാം ഫ്രണ്ടിൽ എഴുതിയിട്ട് പോയതാണ്. കയറി നോക്കുമ്പില്ലേ അങ്ങനെ ഒരു സാധനമേ ഇവിടെ ഇല്ല.
എല്ലാം നല്ല റേറ്റ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്ര റേറ്റ് ഉണ്ടാവില്ല. എന്താ പറയുക, അത്രയ്ക്ക് ചെറിയ സിമ്പിളായിട്ടുള്ള ടോപ്പിൽ വരെ നല്ല റേറ്റാണ്. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ആ താഴെ അങ്ങനെ ഞങ്ങൾ മുകളിൽ നോക്കിയതാണ്. നോക്കുമ്പോൾ എല്ലാവരും കയറുന്നുണ്ട്. എന്തിട്ടാണെന്നറിയില്ല, നല്ല തിരക്കുണ്ട് അത്യാവശ്യം. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങലാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നല്ല തിരക്കായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഗ്രില്ലി ചിക്കനില്ലേ, അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ റൂമിലേക്ക് പോകാമെന്ന്. വന്ന പോലെ തന്നെ ഇനി ഓട്ടോന് പോകുന്നുണ്ടാ. അങ്ങനെ അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിനു നമ്മളെല്ലാ പരിപാടിയും ഇനി റൂമിലെത്തുമ്പോഴേക്ക്. ഈ ഒരു വ്ളോഗ് പിന്നെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി വിശേഷവും ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ.